നിങ്ങൾക്കറിയോ എന്താ ഇവിടെ നടക്കുന്നതെന്ന്? കോ ലിവിങ്, FWP, സിറ്റുവേഷൻഷിപ്പ്, പിന്നെ ടെക്സേഷൻഷിപ്പ്. മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ നേരെ കാണുകയൊന്നും വേണ്ട, മെസ്സേജ് അയച്ചാ മതി. ഇതൊക്കെ പോട്ടെ, ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയ വഴിയല്ലേ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇപ്പൊ ലിങ്ക്ഡിൻ വരെ എത്തി. പുതിയൊരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നമ്പറും ഫോട്ടോയും ഒന്നും കാണില്ല. ഇഷ്ടം പോലെ സംസാരിക്കാം, ഇഷ്ടം പോലെ ചാറ്റ് ചെയ്യാം. നമുക്കിപ്പോ എന്താ, ആളെ കാണില്ലല്ലോ. പിന്നെ നോക്കിയപ്പോഴേ അവൻ എന്റെ എല്ലാ മെസ്സേജിനും ഹാർട്ട് ഇട്ടിരിക്കുക, പിന്നെ ഹഗ്സും. ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ലെന്നേ. പിന്നെ ആലോചിച്ചപ്പോ നമുക്കൊരു മര്യാദ വേണ്ടേ. ഞാനും ഒരു ഹാർട്ട് ഇട്ടു. അന്ന് രാത്രി 11 മണിയായി കാണും. സുഖമല്ലേ എന്നൊരു മെസ്സേജ്. രാത്രി 11 മണിയെ. അപ്പൊ തന്നെ അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യണമെന്ന് തോന്നിയതാ. പിന്നെ ആലോചിച്ചപ്പം വേറൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ചോറുണ്ടോ, കിടന്നോ. എന്തൊരു കരുതൽ, എന്തൊരു സ്നേഹം. അങ്ങനെ ആൾക്കാരുണ്ടോ? ഞാൻ എന്റെ ബൗണ്ടറി അവിടെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് കയറി വരണ്ട, അത്ര മതി. ഇവന്മാർക്ക് ചെറിയൊരു സമ്മതം കൊടുത്താൽ മതി, ഒഴിഞ്ഞു കയറി വരും. അപ്പതാ അവനെന്റെ ഫോട്ടോ വേണോന്ന്. വരില്ലെന്ന് പറഞ്ഞപ്പോ കാണണമെന്നായി. പരിചയപ്പെട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ. പിന്നെ ആലോചിച്ചപ്പോഴേ കണ്ടാലെന്താ കുഴപ്പം, ആളെ ഒന്നും അറിയാവല്ലോ. അതും നമ്മുടെ തൃപ്പൂണിത്തുറ മൊമെന്റ്സ് കേക്ക് ഹൗസിലാവുമ്പോ പ്രശ്നമില്ലല്ലോ. ചോക്ലേറ്റ് ട്രഫിൾ. ആളിപ്പോ വരും കേട്ടാ. ചേട്ടനുണ്ടോ ഇവിടെ? ആരെ കാണാമെന്ന അണിഞ്ഞൊരുങ്ങി മുമ്പേക്കായിട്ട്? എന്റെ ഒരു കൊളീഗ് ഫോൺ വിളിച്ചായിരുന്നു, അപ്പൊ അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ. ഓ, കൊളീഗ്. അവൻ ചുവന്ന സാരി എടുത്താണോ വരുന്നത്? ചുവന്ന പൊട്ടുമൊക്കെ തൊട്ട്. ചേട്ടനോട് ചാറ്റ് ചെയ്ത് ഞാൻ തന്നെ. എന്തായിരുന്നു ഒരു ഒലിപ്പീര്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരിളക്കം. വയസ്സാം കാലത്ത് നാണമില്ലേ നിങ്ങൾക്ക്? എന്റെ ചേട്ടാ, എന്നോട് കല്യാണത്തിന് മുമ്പ് ചോദിച്ച അതേ ചോദ്യം. സുഖമാണോ, കഴിച്ചോ, കിടന്നോ, ചുവന്ന സാരി, മുല്ലപ്പൂ. ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ നിങ്ങൾക്ക്? നിങ്ങൾ വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം.